നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. തൃശൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് ഇനി KSRTC ഡബിൾ ഡെക്കർ ബസ്സിൽ യാത്ര ചെയ്യാം. നഗരക്കാഴ്ചകളും ആകാശവും കണ്ടാസ്വദിച്ച് സുവോളജിക്കൽ പാർക്കിലെത്താം. KSRTC ഡബിൾ ഡെക്കർ ബസ്സിന്റെ ഫ്ളാഗ് ഓഫ് റവന്യൂ മന്ത്രി K. രാജനും ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറും ചേർന്ന് നിർവഹിച്ചു. തൃശൂരിന്റെ സവിശേഷതകളെയും സുവോളജിക്കൽ പാർക്കിനെയും അടയാളപ്പെടുത്തുന്ന ഡിസൈനാണ് ബസ്സിന് നൽകിയിട്ടുള്ളത്. തൃശൂർ പൂരവും പുലിക്കളിയും ചെണ്ടമേളവും പഞ്ചവാദ്യവും കഥകളിയും മോഹിനിയാട്ടവും മൃഗങ്ങളുമൊക്കെ ബസ് ഡിസൈനിന്റെ സവിശേഷതകളാണ്. രാവിലെ 8-നും വൈകിട്ട് 3-നും തൃശൂരിൽ നിന്ന് സുവോളജിക്കൽ പാർക്കിലേക്ക് ഡബിൾ ഡെക്കർ ബസ് യാത്ര ചെയ്യും. ബസ്സിൽ കയറി നഗരക്കാഴ്ചകൾ കണ്ട് പാർക്കിലൂടെ സഞ്ചരിച്ച് തിരികെ തൃശൂരിലെത്താം. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്, ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീദിവ്യ രാജേഷ്, വൈസ് പ്രസിഡന്റ് മാത്യു നൈനാൻ, ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ PS വിനയൻ, ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരസമിതി അധ്യക്ഷ മിനി ഉണ്ണികൃഷ്ണൻ, പുത്തൂർ ഗ്രാമപഞ്ചായത്ത് അംഗം VR രമേശ്, സ്പെഷ്യൽ ഓഫീസർ KJ വർഗീസ്, സുവോളജിക്കൽ പാർക്ക് ഡയറക്ടർ BN നാഗരാജ്, KSRTC ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ PS പ്രമോദ് ശങ്കർ, സിനി ആർട്ടിസ്റ്റ് ജയരാജ് വാര്യർ, പുത്തൂർ പള്ളിവികാരി ഫാദർ ജോജോ പനക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. അതായത് ഇവിടെ ഈ മൃഗങ്ങളെ ഇനി പല മൃഗങ്ങളും വംശനാശം സംഭവിക്കുകയാണ്. ഇതൊരു സുവോളജിക്കൽ പാർക്കല്ല, ഇതൊരു റിസർച്ച് സെൻ്ററായി മാറും. അതായത് സുവോളജിയിൽ ഡോക്ടറേറ്റ് എടുക്കാൻ വരുന്ന കുട്ടികൾക്ക് തുടർ പഠനം നടത്താനുള്ള ഒരു പഠനശാലയായി ഇത് മാറണം. വെറുതെ മൃഗങ്ങളെ കണ്ടുപോകാനുള്ളൊരു സ്ഥലമായിട്ടല്ല ഞാൻ മനസ്സിൽ കണ്ടത്. കേരളത്തിലെ സഖ്യപർവ്വതത്തിൽ കാണുന്ന ഉരകങ്ങൾ, ബട്ടർഫ്ലൈകൾ, തവളകൾ, ഇവയെക്കുറിച്ചെല്ലാം ഒരു വളരെ ശാസ്ത്രീയമായ പഠനം. കാരണം സഖ്യപർവ്വതത്തിൽ മാത്രം കാണുന്ന ഇനം തവളകളുണ്ട്. ഇവരെ കൊണ്ടുവന്ന് ബ്രീഡ് ചെയ്യണം, ഇൻക്ലൂഡിങ് ആന. ഏഷ്യൻ എലിഫൻസ് വരെ അന്യം നിന്ന് പോകാൻ പോവുകയാണ്. ഇൻക്ലൂഡിങ് ആനയെ ഇവിടെ ബ്രീഡ് ചെയ്യണം. കടുവയെ, മറ്റ് മൃഗങ്ങളെയെല്ലാം ഇവിടെ ബ്രീഡ് ചെയ്ത് ഇവിടെ ജനിച്ചതിന് ശേഷം മറ്റ് മൃഗശാലകൾക്ക് കൈമാറാൻ കഴിയുന്ന തരത്തിലുള്ള റിസർച്ച്. ഇപ്പോൾ ആനയെ തന്നെ എന്താണ് ബ്രീഡ് ചെയ്യാൻ പറ്റാത്തത്? ആനയ്ക്ക് 2 തരം ഹീറ്റുണ്ട്. അത് മനസ്സിലാക്കണം. ആന അറിയുന്നവർക്കേ മനസ്സിലാവുള്ളൂ. ആന ഹീറ്റുണ്ടെന്ന് കാണിക്കുന്ന സമയത്ത് അത് ഒരിക്കൽ അതുമായി പെണ്ണാനെ ആണാനോട് ഒരുമിച്ച് വിട്ടാൽ കുട്ടി ഉണ്ടാവില്ല. അത് ഫോൾസ് ഹീറ്റാണ്. പിന്നെ അതിന് രണ്ടാമതും ഒരു ഹീറ്റ് വരും. അത് തിരിച്ചറിഞ്ഞ് ആനയെ അതനുസരിച്ച് അതിനെ ഇണചേരാൻ അനുവദിച്ചാൽ മാത്രമേ ആന പ്രസവിക്കത്തുള്ളൂ. അല്ലാതെ ആന പ്രസവിക്കത്തില്ല. ആനയെ പ്രസവിപ്പിക്കണം കേരളത്തിൽ. കാരണം ആനകളുടെ എണ്ണം കുറഞ്ഞു. കേരളത്തിന് പുറത്തുനിന്ന് ആനയെ കൊണ്ടുവരാൻ അനുവദിക്കണം. തൃശ്ശൂർ പൂരം അടക്കമുള്ള പൂരങ്ങൾക്ക് അടുത്തൊരു 3-4 വർഷം കഴിഞ്ഞാൽ ആനയുണ്ടാവില്ല. വേറെ കുറെ ആളുകൾ ആന എങ്ങനെയെങ്കിലും ഇല്ലാതാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയല്ല ഞാൻ സംസാരിക്കുന്നത്. പൂരത്തിൻ്റെ പ്രൗഢി നിലനിർത്തണമെങ്കിൽ ആന വേണം. ഒരു പൂരത്തിൻ്റെ, തൃശ്ശൂർ പൂരം എന്നല്ല, കേരളത്തിലെ ഉത്സവ ആചാരങ്ങൾ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോലും ആനകളുടെ എണ്ണം കുറയാണ്. ആനകളെ സംഭാവന ചെയ്യാൻ പലരും തയ്യാറാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് നടക്കി വയ്ക്കാൻ തയ്യാറാണ്. പക്ഷേ അനുവാദം കൊടുക്കുന്നില്ല. വനം വകുപ്പ് അത് ചെയ്യണം. കാരണം അടിയന്തരമായി അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തുകൊണ്ട് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണെങ്കിലും ആനയെ കൊണ്ടുവരണം. നമ്മുടെ ആനകളെ ബ്രീഡ് ചെയ്യണം. വനം വകുപ്പിൻ്റെ കയ്യിലുള്ള ആരോഗ്യമുള്ള ആന, പെണ്ണാനയുണ്ട്, ആണാനയുണ്ട്. ഇതിനെ നമ്മൾ ബ്രീഡ് ചെയ്ത് പുതിയ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കണം. MD കൂടി എത്തിച്ചേർന്നിട്ടുണ്ട്. നേരത്തെ നമ്മളെല്ലാവരും കൂടി ഒരു ട്രയൽ നടത്തി. അന്ന് പഴയ വണ്ടിയായിരുന്നു. ഫ്രഷായി മേടിച്ചിട്ടുള്ള ഏറ്റവും പുതിയ വണ്ടിയാണ്. തൃശ്ശൂരിൻ്റെ പുലിക്കളി പൂരമൊക്കെ ആലേഖനം ചെയ്തിട്ടുള്ള നല്ല മനോഹരമായിട്ടുള്ള വണ്ടിയാണ് ഇത്. നമ്മൾ പുത്തൂർ സുവോളജിക്കൽ പാർക്കും തൃശ്ശൂർ നഗരവുമാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. നേരത്തെ നമ്മൾ പറയാറുള്ളത് പോലെ തിരുവനന്തപുരത്ത് ആദ്യത്തെ ഡബിൾ ഡെക്കർ വന്നപ്പോൾ തന്നെ തൃശ്ശൂരിന് വേണം എന്നൊരു ആഗ്രഹം നമ്മൾ പ്രകടിപ്പിച്ചിരുന്നു. എറണാകുളത്ത് കൂടി വന്നപ്പോൾ തൃശ്ശൂരിൻ്റെ കൊതി കൂടി. ബഹുമാനപ്പെട്ട പിന്നെ ഗതാഗത വകുപ്പ് മന്ത്രിയോട് ആവശ്യപ്പെട്ട് ഉടനെ തന്നെ വേറെ വണ്ടികളില്ലാത്ത വിധം തയ്യാറാക്കി ട്രയൽ റൺ നടത്തി നോക്കിയാലേ. 4 വർഷത്തെ കഠിന പ്രയത്നത്തിലൂടെ പാരാ ബോഡി ബിൽഡിംഗിൽ നിരവധി നേട്ടങ്ങൾ കരസ്ഥമാക്കിയ ജെറിൽ ഏതൊരാൾക്കും പ്രചോദനമാണ്. ശാരീരികമായ വെല്ലുവിളികളെ തന്റെ ലക്ഷ്യത്തിലേക്കുള്ള തടസ്സമായി കാണാതെ നിശ്ചയദാർഢ്യത്തിന്റെ കരുത്തിൽ പരിമിതികളെ തോൽപ്പിച്ച് വിജയഗാഥ രചിച്ചിരിക്കുകയാണ് തൃക്കൂർ പച്ചളിപ്പുറം സ്വദേശി ജെറിൽ P. ജോർജ്. തൃക്കൂർ പഞ്ചായത്ത് 13-ാം വാർഡ് പച്ചളിപ്പുറം സ്വദേശി ജെറിൽ P. ജോർജാണ് നാടിന് അഭിമാനമായി മാറിയത്. വെറും 4 വർഷത്തെ കഠിന പരിശ്രമത്തിനൊടുവിൽ പാരാ ബോഡി ബിൽഡിംഗിൽ ജെറിലിന്റെ നേട്ടങ്ങൾ ആരെയും വിസ്മയിപ്പിക്കും. മിസ്റ്റർ കേരള ഗോൾഡ് മെഡൽ ചാമ്പ്യൻ, മിസ്റ്റർ ഇന്ത്യ സിൽവർ മെഡൽ, മിസ്റ്റർ തൃശൂർ ഗോൾഡ് മെഡൽ ടൈറ്റിൽ വിന്നർ,
മിസ്റ്റർ സൗത്ത് ഇന്ത്യ 3rd പ്ലേസ്, മിസ്റ്റർ കേരള 3rd പ്ലേസ്, മിസ്റ്റർ തമിഴ്നാട് എന്നിങ്ങനെ വ്യത്യസ്ത ടൈറ്റിലുകൾ കരസ്ഥമാക്കിയാണ് ജെറിൽ ബോഡി ബിൽഡിംഗിൽ മെഡൽ വേട്ട തുടരുന്നത്. 3 വയസ്സുള്ളപ്പോൾ വാഹനാപകടത്തിലേറ്റ പരിക്ക് ഇടതുകാലിന്റെ സ്വാധീനമില്ലാതാക്കി. പ്രതിസന്ധികളോട് പൊരുതി മുന്നോട്ടു പോയ ജെറിൽ ഗ്രാഫിക് ഡിസൈനിങ്, ഫോട്ടോഗ്രാഫി എന്നിവയിൽ വൈദഗ്ധ്യം നേടി. മികച്ച ഒരു ഗായകൻ കൂടിയാണ് ഈ യുവാവ്. ബഹ്റൈനിൽ ഒരു റെസ്റ്റോറന്റിലെ സിംഗറായി ജോലി ചെയ്യുകയാണ്. നാട്ടിലും നിരവധി വേദികളിൽ ജെറിൽ ഗാനമേളകളിൽ സജീവ സാന്നിധ്യമായിരുന്നു. என் வேர்கள் சாயவில்லை, ஒரு பட்டாம்பூச்சி மோத அது பட்டென்று சாய்ந்ததடி. எந்த காதல் சொல்ல உன் இதயம் கையில் வைத்தேன், நீ தாண்டி போன போது அது தரையில் விழுந்ததடி. மண்ணிலே செம்மண்ணிலே என் இதயம் துள்ளுதடி, ஒவ்வொரு துடிப்பிலும் உன் பேர் சொல்லுதடி. கனவ போக வருக உன் கையால் இதயம் தொடுக, எந்த இதயம் கொண்டு நீ உந்தன் இதயம் தருக. ஓ மெல்லினமே மெல்லினமே நெஞ்சில் மெல்லிய காதல் பூக்கும், காதல் ஒன்றே மிக உயர்ந்ததடி, அதை வானம் மண்ணாது பார்க்கும். കോവിഡിന് ശേഷം തൊഴിലില്ലാതെ വന്ന സമയത്താണ് ശരീരഭാരം നിയന്ത്രിക്കാൻ ജിംനേഷ്യത്തിലേക്ക് ശ്രദ്ധ തിരിക്കുന്നത്. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ജെറിലിന് ഒരു ബോഡി ബിൽഡറിന് വേണ്ട ശരീരവും മനക്കരുത്തുമുണ്ടെന്ന ജിം ട്രെയിനറുടെ തിരിച്ചറിവിൽ നിന്നാണ് പിന്നീട് മത്സരവേദികളിലേക്ക് എത്തിയത്. 1 വർഷത്തിനകം കഠിന പ്രയത്നത്തിലൂടെ ഒരു മികച്ച ബോഡി ബിൽഡറായി മാറി ജെറിൽ. ഇടതുകാലിന്റെ ബലക്കുറവും വേദനയും ശാരീരിക പ്രതിസന്ധികളും തരണം ചെയ്ത് ഇപ്പോൾ ശരീര സൗന്ദര്യ മത്സരവേദികളിൽ നേട്ടങ്ങൾ കൊയ്യുമ്പോൾ പിന്തുണയുമായി സുഹൃത്തുക്കൾ ഒപ്പമുണ്ട്. ബഹ്റൈനിലെ റെസ്റ്റോറന്റ് ഉടമ സൂരജും തൃശൂരിലെ വിനോദ് മ്യൂസിക് ഡ്രോപ്സും നൽകിയ സാമ്പത്തിക പിന്തുണയിലാണ് ബോഡി ബിൽഡിംഗ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതും പരിശീലനം തുടരുന്നതും. മാർച്ച് 16 ബഹ്റൈനിലേക്ക് മടങ്ങാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിലും യുദ്ധത്തിന്റെ അന്തരീക്ഷത്തിൽ ജോലി എന്താകുമെന്ന് അറിയില്ല. ആശങ്കകൾക്കിടയിലും നാട്ടിൽ ബോഡി ബിൽഡിംഗിലെ പരിശീലനം തുടരുകയാണ് ജെറിൽ. വെല്ലുവിളികളോട് നോ കോംപ്രമൈസ് എന്ന് പറഞ്ഞുകൊണ്ട്. നിശ്ചയദാർഢ്യത്തിന്റെ കരുത്തിൽ ബോഡി ബിൽഡിംഗ് രംഗത്ത് വിജയഗാഥ തീർക്കുകയാണ് ജെറിൽ പി ജോർജ് എന്ന യുവാവ്. ഇടതുകാലിന്റെ രോഗാവസ്ഥ അടക്കമുള്ള തന്റെ ശാരീരിക പരിമിതികളെ കഠിനാധ്വാനത്തിലൂടെ മറികടന്ന് ശാരീരിക പരിമിതികൾ തന്റെ ലക്ഷ്യത്തിലേക്കുള്ള ഒരു തടസ്സമായി കാണാതെ മസിൽ പെരുക്കത്തിലൂടെ മിസ്റ്റർ കേരള, മിസ്റ്റർ തൃശൂർ, മിസ്റ്റർ ഇന്ത്യ അടക്കമുള്ള വലിയ നേട്ടങ്ങൾ എത്തിപ്പിടിച്ച ഈ യുവാവിന്റെ ജീവിതം ശാരീരിക പരിമിതികളെ പഴിച്ചു ജീവിക്കുന്നവർക്ക് ഒരു പ്രചോദനമാവുകയാണ്. ഏതായാലും കൂടുതൽ നേട്ടങ്ങൾ ആവർത്തിക്കാൻ ജെറിൽ പി ജോർജിന് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. സംസ്ഥാനത്ത് കുതിച്ചുയർന്ന പാചകവാതക വില. ഗാർഹിക സിലിണ്ടറിന് 60 രൂപയാണ് കൂടിയത്. ഇതോടെ കേരളത്തിൽ പുതിയ വില സിലിണ്ടറിന് 922 രൂപയായി. വാണിജ്യ സിലിണ്ടറിന്റെയും വില കൂട്ടിയിട്ടുണ്ട്. 115 രൂപയാണ് വാണിജ്യ സിലിണ്ടറിന് കൂട്ടിയത്. പുതുക്കിയ വില ശനിയാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരും. അതേസമയം പാചകവാതക ക്ഷാമം ഉണ്ടാകുമെന്ന ആശങ്കകൾ തെറ്റെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യത്തിലാണ് വില വർധന. പറപ്പൂക്കര മുത്രത്തിക്കര മങ്കിടിയൻ ജോയ് അന്തരിച്ചു. 54 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് ഉച്ചതിരിഞ്ഞ് 3 മുത്രത്തിക്കര സെന്റ് മേരീസ് പള്ളിയിൽ. ജാൻസിയാണ് ഭാര്യ. മകൻ ആൽബിൻ. മുപ്ലയം വെള്ളാരംപാടം പാലത്തിങ്കൽ തങ്ക അന്തരിച്ചു. 85 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പരേതനായ കുഞ്ഞിച്ചെറിയാനാണ് ഭർത്താവ്. ശാന്ത, ശോഭന, ഗീത, ബാബു, അശ്വതി, മുകുന്ദൻ, പുഷ്പാകരൻ എന്നിവർ മക്കളും. രാമൻ, ചന്ദ്രൻ, വേലായുധൻ, വിമല, സുന്ദരൻ, സിന്ധു, അഷിത എന്നിവർ മരുമക്കളുമാണ്. കാലാവസ്ഥ.
കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 15,000 രൂപയും പവന് 1,20,000 രൂപയും രേഖപ്പെടുത്തി. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.